കിഡോസ് ഗണിത ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 12th തന്നെ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററെ കുറിച്ച് നോക്കാം. നമ്മൾ ഓൾറെഡി മെട്രിസസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. മെട്രിസസിൽ ഞാൻ പറഞ്ഞു, മെട്രിസസ് ഇസ് എ മാത്തമാറ്റിക്കൽ ടൂൾ അല്ലേ. മാത്തമാറ്റിക്കൽ ടൂൾ ആയിട്ടാണ്, ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ടൂൾ. എന്തിന്? നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നേരത്തെ മെട്രിസസ് എന്ന ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്കിപ്പോൾ മെട്രിസസ് റെപ്രസെൻറ്റ് ചെയ്യാനും അറിയാം, അതിൻ്റെ ആൾജിബ്ര ഓഫ് മെട്രിസസ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ മുന്നത്തെ വീഡിയോകളിൽ കണ്ടിരുന്നു. ഇനി നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എങ്ങനെ മെട്രിസസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് ആദ്യം പറയാം. എന്താണ് ലീനിയർ ഇക്വേഷൻസിൻ്റെ ജനറൽ ഫോർമുല? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ, അതായത് 10th തന്നെ പഠിച്ചിട്ടുണ്ട്. ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ ജനറൽ ഫോം ഇസ് ax plus b equal to 0 where a not equal to 0 and a and b are integers. അല്ലെങ്കിൽ ax plus b y system linear equation in two variables ആണെങ്കിൽ ax plus by plus c equal to 0 where a, b and c are integers and a and b not equal to 0, isn't it? Appo just consider two linear equations. a1x plus b1y equal to c1 and a2x plus b2y equal to c2. ഇതെങ്ങനെ നമുക്ക് മെട്രിക്സിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാന്നാണ് കാണിച്ചിരിക്കുന്നത്. ദ കോഎഫിഷ്യൻസ് ഓഫ് എക്സ് ആൻഡ് വൈ, ആദ്യത്തെ ഇക്വേഷന്റെ എക്സിന്റെയും വൈന്റെയും കോഎഫിഷ്യൻസ് a1 b1, അത് നമ്മുടെ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ. ദെൻ കോഎഫിഷ്യന്റ് സെക്കൻഡ് ഇക്വേഷൻ a2x plus b2y, അതിലെ എക്സിന്റെ വൈന്റെ കോഎഫിഷ്യന്റ് വിൽ ബിക്കം ദി സെക്കൻഡ് റോ. ഇനിയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത റോ ആയിട്ട് എഴുതാം. സോ അല്ലെങ്കിൽ കോളം വൈസ് പറയുകയാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് കോളവും വൈന്റെ കോഎഫിഷ്യന്റ് സെക്കൻഡ് കോളവുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ദെൻ ദ വേരിയബിൾ യൂസ് ദർ, ഇവിടെ എക്സും വൈ ആണ്. അപ്പോൾ a1 b1 a2 b2, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മാട്രിക്സ്. ദെൻ എക്സ് വൈ, ദ വേരിയബിൾ യൂസ്ഡ് ഹിയർ എക്സ് ആൻഡ് വൈ, അത് സെക്കൻഡ് മാട്രിക്സ്. അത് ഒരൊറ്റ കോളം മാട്രിക്സ് അതല്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. കോളം മാട്രിക്സ് എന്ന് പറയുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ കോളം. ദെൻ ഈക്വൽ ടു c1 c2, the constants c1 c2. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചല്ലേ. a ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം a1 into x plus b1 into y equal to c1 ഉണ്ടാവും. a2 into x plus b2 into y equal to c2. തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we are getting that itself. ഇത് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ദിസ് ഇസ് ദ വേ ടു റെപ്രസെന്റ് ലീനിയർ ഇക്വേഷൻസ് ഇൻ മെട്രിക്സ് ഫോം. ഇനി നിങ്ങൾ ഹൗ ടു സോൾവ് അല്ലാതെ ദർ ആർ സോ മെനി മെത്തേഡ്സ് യു ഹാവ് സ്റ്റഡീഡ് യൂസിങ് ഗ്രാഫ് അല്ലേ. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ. ദെൻ ആൾജിബ്രൈക് വേയിൽ നോക്കുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ 10th പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മെട്രിക്സ് യൂസ് ചെയ്ത് എങ്ങനെ? ഇനി നമുക്കറിയാം യുണീക് സൊല്യൂഷൻസ് എങ്ങനെയാണ്. വെൻ വി സേ ദാറ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഹാവ് യുണീക് സൊല്യൂഷൻ കണ്ടീഷൻസ് അല്ലെ. ഗ്രാഫിന്റെ ബേസിൽ നോക്കുവാണെങ്കിൽ ഇന്റർസെക്ടിങ് ഗ്രാഫ് ഇട്ട് എക്സ് അല്ലെ, രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്താൽ എക്സ് ഷേപ്പ് ഗ്രാഫിന്റെ യുണീക് സൊല്യൂഷൻ. അല്ലാണ്ട് ഇനി ഗ്രാഫ് വരച്ച് നോക്കാതെ തന്നെ നമുക്ക് പറയാലോ ബൈ വെരിഫൈങ് ദെയർ കോഎഫിഷ്യൻസ് ആ റിലേഷൻ a1 by a2 not equal to b1 by b2 ആണെങ്കിൽ we say that they are unique solution. a1 by a2 not equal to b1 by b2 ആണെങ്കിൽ that system of linear equations are unique solution. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ദാറ്റ് ഡിറ്റർമിൻ വെദർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് യുണീക് സൊല്യൂഷൻ. ഏത് നമ്പർ ആണോ ഈ നമ്മുടെ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന് യുണീക് സൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിനെയാണ് വാട്ട് വി കോൾ ആസ് ഡിറ്റർമിനന്റ്. Whether understood? What is a determinant? A number that determines whether the system of linear equations have or has a unique solution or not is called a determinant. So determinant എന്താണ്?
ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് യുണീക് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ക്വാണ്ടിറ്റി, ദാറ്റ് ഇസ് വാട്ട് വി കോൾ ഡിറ്റർമിനന്റ്. അപ്പൊ ഇവിടെ സിസ്റ്റം ഓഫ് അതായത് ഈ മെട്രിക്സ്, ഈ ഫസ്റ്റ് മെട്രിക്സ് A1 B1 ഇവിടെയുള്ള കോഎഫിഷ്യൻസ് എക്സിന്റെയും വേണ്ട, അവിടെ നിന്നല്ല നമ്മൾ യുണീക് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇത് ഈ മെട്രിക്സ് ഇതിന് നമുക്ക് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് A ഈസ് ഈക്വൽ ടു A1 B1 A2 B2. ഇതിന്റെ ക്വാണ്ടിറ്റി ഇതിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് വെദർ ഇറ്റ് ഹാസ് എന്താ യുണീക് സൊല്യൂഷൻ ഓർ നോട്ട്. സോ വി ഡിനോട്ട് ദാറ്റ് ആസ് ഡിറ്റ് എ. ഇങ്ങനെ ഡിറ്റർമിനന്റ് ഓഫ് എ എന്നുള്ളത് ഡിറ്റ് എ ഓർ ഒരു മോഡുലസ് സൈൻ. ഇങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ മെട്രിക്സ് എന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എന്ന് വിളിച്ചു വാരി എഴുതുന്നതിന് വരെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡിറ്റ് എ ഓർ ഇൻസൈഡ് ദിസ് ലൈൻ, അതായത് മോഡുലസ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് നമ്മൾ പണ്ട് മുതലേ ഇത് അബ്സല്യൂട്ട് വാല്യൂ ദിസ് ഡിറ്റർമിനന്റ് ഓഫ് എ. This determinant has wide application in engineering, then science, economics, social studies, etc. ഇവിടെ എല്ലാം നമ്മൾ ഈ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഡിറ്റർമിനൻസ് എന്നാണ് ജനറലൈസ് ചെയ്ത ഒരു ഡെഫിനിഷൻ എഴുതാം. സോ നമുക്ക് ജനറലൈസ് ചെയ്ത ഡെഫിനിഷൻ പറയാം. ടു എവറി സ്ക്വയർ മാട്രിക്സ് A is equal to matrix Aij of order n, a unique matrix number can be associated. Unique number means it can be real or complex, can be associated, which is called the determinant. ഒരു മെട്രിക്സിന് പറഞ്ഞു ഒരു യുണീക് സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞു, that is what we call determinant of the square matrix. It is denoted by delta. ഈ സിമ്പിൾ ഒരു ട്രയാങ്കിൾ സിമ്പിൾ, അതിനെ ഡെൽറ്റ എന്ന് വായിക്കും. or ഡിറ്റേ or ഈ മോഡുലസ്. പക്ഷെ ഒരിക്കലും മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് വി വാണ്ട് ടു റീഡ് ഇറ്റ് ആസ് ഡിറ്റർമിനന്റ്. രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണ്, മോഡുലസും ഡിറ്റർമിനന്റും. സോ ഡിറ്റർമിനന്റ് ഇത് ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് എ എന്ന് തന്നെ വായിക്കണം, മോഡുലസ് ഓഫ് എ എന്ന് ആരും വായിക്കരുത്. പിന്നെ പ്രത്യേക ഒരു കാര്യം, സ്ക്വയർ മെട്രിക്സിനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓൺലി സ്ക്വയർ മെട്രിക്സ് ഹാസ് ഡിറ്റർമിനന്റ്. സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ അപ് ടു അതായത് ഒരു 1/1 2/2 then 3/3 വരെയുള്ള മെട്രിക്സ് സ്ക്വയർ മെട്രിക്സുകളുടെ ഡിറ്റർമിനൻസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് ABCD, മീൻസ് 2/2 മെട്രിക്സ്, ഇത് മെട്രിക്സ് റെപ്രസെന്റേഷൻ. ഇതിന്റെ ഡിറ്റർമിനന്റ് ഡിറ്റ് എ ഈസ് ഈക്വൽ ടു ഈ മെട്രിക്സിന്റെ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദോസ് എലമെന്റ്സ് ഇൻ ബിറ്റ്വീൻ ദോസ് ടു ലൈൻസ്. ആ ഡിറ്റ് എഴുതുന്ന പോലെ ആ ലൈൻസിന്റെ ഉള്ളിൽ എഴുതുക. ദിസ് ഇസ് ദ വേ. നമുക്ക് ഇനി ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഡിഫറെന്റ് ഓർഡേഴ്സ് നോക്കാം ആൻഡ് ദെയർ എക്സ്പാൻഷൻ. സോ ഫസ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 1 ആയിട്ടുള്ളത്, ദാറ്റ് മീൻസ് 1 row and 1 column. അപ്പോൾ അങ്ങനെ ഒരു അതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ, ലെറ്റ് എ ഈസ് ഈക്വൽ ടു ഇതാണല്ലോ ഓർഡർ 1 ആയിട്ടുള്ള മെട്രിക്സ് എ, then dit A is equal to A. അതായത് whatever be the value there, that itself will be the determinant. Like for example, the A is equal to 3, then dit A is equal to 3. എന്താണോ വാല്യൂ അത്. ഒരിക്കലും ഈ ഡിറ്റ് എ മോഡുലസുമായി വെച്ചിട്ട് കൺഫ്യൂസ് ആക്കരുത്. ദിസ് ഇസ് ഡിറ്റർമിനന്റ്. എന്താണോ വാല്യൂ അവിടെ, that itself will be the answer for determinant of a matrix of order 1. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് അതിലെ എൻട്രി ഇസ് -12 ഓർഡർ 1 മെട്രിക്സ് എൻട്രി -12, ദെൻ ഡിറ്റ് എ ഈസ് ഈക്വൽ ടു -12 ഇറ്റ്സെൽഫ്. അത് മോഡുലസുമായി വെച്ച് കൺഫ്യൂസ് ചെയ്യരുത്. അതാ പറഞ്ഞത് വാട്ട് എവർ ബി ദ വാല്യൂ ദർ, ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ബി ദ ഡിറ്റർമിനന്റ് ഫോർ മെട്രിക്സ് ഓഫ് ഓർഡർ 1. നെക്സ്റ്റ്, ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? This is the general form of 2/2 matrix. A matrix A is equal to A11, A12, A21, A22. Then dit A is equal to A11 into A22 minus A21 into A12. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. This is the way to find the determinant of a matrix of order 2. For example, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ that means determinant of, you want to find the determinant of that matrix. അതായത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇങ്ങനെ മാത്രം തരാം, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ഇങ്ങനെ മാത്രം തരാം. അല്ലാണ്ട് ഇഫ് എ ഈസ് ഈക്വൽ ടു ദിസ് ദെൻ ഫൈൻഡ് ഡിറ്റർമിനന്റ് എ എന്ന് നീട്ടി എഴുതുന്നതിന് പകരം ജസ്റ്റ് ഇവാലുവേറ്റ് ദ ഇൻ ബിറ്റ്വീൻ ഈ ലൈൻസിൽ മെട്രിക്സ് തന്നാൽ ദിസ് ഇറ്റ്സ് മീനിങ് ഇസ് യു വാണ്ട് ടു ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താണെന്ന് പറഞ്ഞാൽ A11 into A22, 2 into 2 minus then 4 into -1.
2 into 2 is 4. Then 4 into minus 1 is minus 4. That minus and this minus will become plus. So 4 plus 4 is equal to 8. So, ഓർക്കണം 2 by 2 matrixന്റെ determinant formula A11, A22 minus A21, A12. ഇനി നമുക്ക് determinant of matrix of order 3 എങ്ങനെയാണെന്ന് നോക്കാം. Determinant of order 3 can be determined by expressing it in second order determinants. അതായത് ഓർഡർ 3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിനെ സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടാണ്. ദിസ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ഡിറ്റർമിനന്റ് എലോങ് റോ ഓർ കോളം. ദിസ് ഇസ് നോൺ ആസ് എക്സ്പാൻഷൻ ഓഫ് ഡിറ്റർമിനന്റ് എലോങ് റോ ഓർ കോളം. അപ്പോൾ നമുക്കറിയാം 3 by 3 ആകുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് 3 rows and 3 columns. സോ ദർ ആർ 3 row wise തന്നെ 3ൽ ചെയ്യാം, അതുപോലെ കോളം വൈസ് തന്നെ 3 waysൽ ചെയ്യാം. Therefore there are 6 ways to find determinant of a matrix of order 3 by 3. ഏതെങ്കിലും ഒരു വേ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് ആണെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്താൽ മതി. അതായത് ഇതാണ് ഒരു 3 by 3 മെട്രിക്സിന്റെ ജനറൽ ഫോം. അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ ഡിറ്റ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് A11, A12, A13, A21, A22, A23, then A31, A32, A33 is equal to നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻസ് ആയിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മൾ ഫസ്റ്റ് എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ ആണ്. ഇപ്പോൾ റോ 1ന്റെ എക്സ്പാൻഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയില് ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് എലമെന്റ് A11, അതിനെ -1 raised to 1 plus 1 ഈ A11 യൂസ് ചെയ്തു. സോ -1 raised to ആ 1 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റിനെ -1 the whole raised to 1 plus 1. ആ 1 plus 1 നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാം, A11 അവിടെ നിന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പാൻഷൻ ഓഫ് ഫസ്റ്റ് റോ അല്ലേ, ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് റോ ആൻഡ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും, അതായത് A11 കണ്ടെയ്ൻ ചെയ്യുന്ന റോയും A11 കണ്ടെയ്ൻ ചെയ്യുന്ന കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് സെക്കൻഡ് ഓർഡർ. ഇതിപ്പോ ഒരു 2 by 2 ഓർഡർ മെട്രിക്സ് ആയി എക്സ്പ്രസ് ചെയ്തു. A22, A23, A32, A33. Then plus again take the second entry. റോ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രി A12, അതിനെ -1 the whole raised to ഇവിടെ 1 2, so 1 plus 2 -1 the whole raised to 1 plus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. Then avoid the row and column that contains A12. A12 വരുന്ന റോയും കോളത്തിനെയും കളയാം. A12 വരുന്നത് ഫസ്റ്റ് റോ അതും സെക്കൻഡ് കോളം അത് കളഞ്ഞ് ബാക്കി വരുന്നതാണ് സെക്കൻഡ് ഓർഡർ ആയിട്ട് എഴുതി. A21, A23, A31, A33 അതിന്റെ ഡിറ്റർമിനന്റ്. Again plus just take the third element, first row le third element A13, അതിനെ -1 the whole raised to 13 ആയതുകൊണ്ട് 1 plus 3 നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ A13 വരുന്ന റോയിനെയും കോളത്തിനെയും കളയുക, ബാക്കിയുള്ളത് റൈറ്റ് ഇൻ സെക്കൻഡ് ഓർഡർ ഫോം. ദിസ് ഇസ് ദ വേ. ഇതാണ് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനന്റ് രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എക്സ്പാൻഷൻ എല്ലാം ഫസ്റ്റ് റോ ആണ്. അപ്പോൾ ഫസ്റ്റ് റോയില് ഓരോ എൻട്രീസ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രീസ് A11, അതിനെ -1 raised to 1 ആയതുകൊണ്ട് 1 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയിനെയും കോളത്തിനെയും അവോയ്ഡ് ചെയ്ത് ബാക്കി എക്സ്പ്രസ് ആസ് എ 2 by 2. Then take the second element A12, അതിനെ -1 raised to 1 plus 2, 1 2, so 1 plus 2 അത് കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളത്തിനെ അവോയ്ഡ് ചെയ്ത് write the ബാക്കിയുള്ള എലമെന്റ്സ് in a 2 by 2 determinant form. Plus -1 the whole raised to A13, third entry 1 3, so 1 plus 3 ആ റോ ആ എലമെന്റ് വരുന്ന റോയും കോളത്തിനെയും കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഒരു 2 by 2 ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതുന്നു. ദിസ് ഇസ് ദ വേ. അപ്പോൾ അതിന് ബാക്കി സിംപ്ലിഫൈ എന്താ, -1 the whole raised to 1 plus 1, that is -1 the whole square. -1 the whole square is +1. അപ്പോൾ +1 into A11 will become A11. പിന്നെ സെക്കൻഡ് ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആദ്യം പറഞ്ഞു തന്നു. അപ്പോൾ അതുപോലെ A11 into A22, A33 minus A32, A23. Then -1 the whole raised to 1 plus 2, that means -1 the whole cube. ആ -1 the whole cube into A12, അപ്പോൾ -A12, so -A12. Then അതിന്റെ സെക്കൻഡ് ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ A21, A33 minus A31, A23. Then again -1 the whole raised to 1 plus 3, that is -1 the whole raised to 4, so that is +1. That into A13 is plus A13 plus A13 into A21, A32. അത് ആ സെക്കൻഡ് ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുക്കുന്നു. This is the way to find determinant of matrix of order 3 expansion along first row. ഇതുപോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം along second row,
third row. Then column wise also expansion along first column, second column and third column. Expansion along second row എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. So expansion along row 2, second row in expansion. Row 2, A21, A22, A23. നേരത്തെ പോലെ തന്നെ row 2 first element, that is A21, that into -1 the whole raised to 2 1, so 2 plus 1. Then avoid that row and column containing that A21. A21 വരുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ളത് സെക്കൻഡ് ഓർഡറിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. Then again plus -1 the whole raised to 2 plus 2 into A22. സെക്കൻഡ് എലമെന്റ് എടുക്കുന്നു A22 into -1 the whole raised to 2 plus 2. Then avoid the row and column containing that A22. ബാക്കിയുള്ളതിനെ സെക്കൻഡ് ഓർഡറിൽ എക്സ്പ്രസ് ചെയ്യുന്നു. Then plus -1 the whole raised to 2 plus 3 A23, so 2 plus 3. Avoid the row and column containing A23. Then baakiyulla just express it in second order form. After that -1 raised to 2 plus 1 is -1 the whole cube, so minus itself, minus into A21 will become minus A21 into idinte second order determinant A12 into A33 minus A32 into A13. Then -1 the whole raised to 2 plus 2, that is -1 the whole raised to 4, so positive 1, that into A22, so plus A22 into again A11 into A33 minus A31 into A13. Then -1 the whole raised to 2 plus 3, that is -1 the whole raised to 5, so it is -1, that -1 into A23, so minus A23 into second order determinant form, that means A11 into A32 minus A31 into A12. The same way you can expand or you can find determinant along the expansion of row 3 also. ഇനി നമുക്ക് കോളം വൈസ് ഒരു എക്സ്പാൻഷൻ along ഫസ്റ്റ് കോളം കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി എക്സ്പാൻഷൻ ഓഫ് കോളം വൈസ്, ഫസ്റ്റ് കോളം വൈസ് എങ്ങനെ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ദ സെയിം, ഇൻസ്റ്റെഡ് ഓഫ് റോ വി ഹാവ് ടു യൂസ് കോളം ഓൺലി. ഇവിടെ ഞാൻ ഫസ്റ്റ് എക്സ്പാൻഷൻ along C1 മീൻസ് ഫസ്റ്റ് കോളം വെച്ച് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ്, ടേക്ക് ദ ഫസ്റ്റ് എലിമെന്റ്, ദാറ്റ് മീൻസ് A11. അപ്പോൾ -1 the whole raised to 1 plus 1 into A11. Then avoid the column and row containing that A11. അത് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ആ A11 വരുന്ന കോളവും റോവും അവോയ്ഡ് ചെയ്ത് ബാക്കി നമ്മൾ സെക്കൻഡ് ഓർഡർ ഫോമിൽ എക്സ്പ്രസ് ചെയ്തു. Then next take the second element of that first column, that is A21. A21 into -1 the whole raised to 2 plus 1. Then avoid the row and column containing that A21. ബാക്കിയെ സെക്കൻഡ് ഓർഡറിലായിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. Then take the third element of that first column, that is A31, multiply it by -1 the whole raised to 3 plus 1. Then avoid the row and column containing that A31 and ബാക്കി വരുന്നതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ മെട്രിക്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. Then same way, next -1 the whole raised to 1 plus 1 is -1 the whole square, so that into A11 plus A11 second order form will expand in minus again -1 the whole raised to 2 plus 1 is -1 the whole raised to 3, so minus A21 into idinte second order expansion. Then A31 into -1 the whole raised to 3 plus 1 is -1 the whole raised to 4, so plus A31, then it's second order expansion. അപ്പോൾ ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സെക്കൻഡ് കോളം വെച്ചും തേർഡ് കോളം യൂസ് ചെയ്തും എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ റോസും അങ്ങനെയാണ് 6 ways, 3 rows and 3 columns എക്സ്പാൻഷൻ. ഏത് റോവിനെയാണോ ഏത് കോളമാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് ഉപയോഗിച്ച് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഏത് കോളത്തിലാണോ അല്ലെങ്കിൽ ഏത് റോയിലാണോ നോക്കിയാൽ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ഈസിയാവും. അതിന് മാക്സിമം, ഇപ്പോൾ സപ്പോസ് ഈ ഫസ്റ്റ് റോയിലാണ് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ എക്സ്പാൻഡ് അലോങ് ഫസ്റ്റ് റോ. ഇനി സപ്പോസ് ഫസ്റ്റ് കോളത്തിലാണ് മാക്സിമം നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പാൻഡ് അലോങ് ദാറ്റ് ഫസ്റ്റ് കോളം. കാര്യം ഇവിടെ 0 വരുമ്പോൾ ഇവിടെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ. അപ്പോൾ അത് കുറെ എളുപ്പമാവും. പ്രോബ്ലം ചെയ്യുന്നത് ഈസി ആക്കാൻ വേണ്ടിയാണല്ലോ. സോ മാക്സിമം നമ്പർ ഓഫ് സീറോസ് വരുന്നത് ഏത് റോയാണോ ഏത് കോളോ ആണോ നോക്കിയിട്ട് അത് ആ റോയോ ആ കോളോ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. നമുക്കിനി വേറൊരു പ്രോപ്പർട്ടി നോക്കാം. If A is equal to KB, where A and B are square matrices of order n, then determinant of A is equal to K raised to n into determinant B, where n is equal to 1, 2, 3. അത് ഞാൻ എക്സാമ്പിളിലൂടെ പറയാം. Consider matrix A. A is equal to 2, 2, 4, 0. And B is equal to 1, 1, 2, 0. A is equal to 2, B അല്ലത്
ഈ ബി മെട്രിക്സിനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ എനിക്ക് എ മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇനി നോക്ക്, നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സം ബി ആണെങ്കിൽ ഇവിടെ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി ആണ്. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ വിൽ ബി ഈക്വൽ ടു that k raised to n into determinant b. അതായത് determinant of a എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെയിലർ ക്വാണ്ടിറ്റി, the value of k is 2. So 2 raised to n. n means the order. ഇവിടെ എന്താണ് ഓർഡർ? 2/2 matrix. അപ്പോൾ 2 raised to 2 into determinant b. That means determinant b is -2. So 2 raised to 2 into -2, that is equal to -8. നമ്മളിപ്പോൾ ഡിറ്റർമിനന്റ് a കണ്ടുപിടിച്ചാലും what we are getting? -8 itself. അപ്പോൾ ഈ ടൈപ്പ് ഓർഡർ ആണ്, ഇങ്ങനത്തെ ആണ്. ഇഫ് a is equal to kb എന്ന് വരികയാണെങ്കിൽ then the determinant of a is equal to 2 k raised to n into determinant of b. K raised to n, where that n refers the order, where n value of n is 1 2 3, that is square matrices of order n. അപ്പോൾ n is equal to 1 2 3. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. If a is equal to kb, where a and b are square matrices of order n, then determinant of a is equal to k raised to n determinant b, where n is equal to 1 2 3. നമുക്കിനി ഡിറ്റർമിനന്റ് 3/3 മെട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Find the determinant of this 3 -4 5 1 1 -2 2 3 1. യൂഷ്വലി അല്ലെങ്കിൽ നോർമലി നമ്മൾ എക്സ്പാൻഷൻ അലോങ് ഫസ്റ്റ് റോ ആണ് ചെയ്യാറുള്ളത്, എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ. പിന്നെ ഞാൻ പറഞ്ഞു, കൂടുതൽ സീറോസ് ഉള്ള ഏത് റോയാണോ കോളമാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അങ്ങനെ അത് ഇപ്പോൾ സെക്കൻഡ് റോയിലാണ് കൂടുതൽ സീറോ എങ്കിൽ നമുക്ക് ആ റോ എക്സ്പാൻഡ് അലോങ് റോ 2 ചെയ്യാം. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, സീറോസ് ഒന്നുമില്ല, ഏത് റോ എടുത്താലും ഒരേ ഇത് തന്നെയാണ്. സോ ഞാൻ നോർമലി പറഞ്ഞ പോലെ എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് നമ്മുടെ 3 a11, that is 3 into -1 the whole raised to 1 plus 1, that will become -1 the whole square. So positive 3 into അത് വരുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്തു, ബാക്കി സെക്കൻഡ് ഓർഡറിൽ എഴുതി. ദെൻ -1 the whole raised to 1 plus 2, that is മൈനസ്, ആ മൈനസ്. ദെൻ നമ്മുടെ എലമെന്റ് is -4, അതാണ് ഇവിടെയുള്ള -4. മൈനസ് ഓൾറെഡി -1 the whole raised to വരുന്നതിൻ്റെ, ദെൻ എലമെന്റ് 4ന്റെ മൈനസ്. ദെൻ ആ 4 വരുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്ത് ബാക്കിയുള്ളത്. ദെൻ തേർഡ് a13 -1 the whole raised to 1 plus 3 is positive 1. So 1 into that third element is 5. So 5 into ആ റോയും കോളവും വരുന്ന അവോയ്ഡ് ചെയ്ത് എഴുതുന്നു. Then after that ഈ സെക്കൻഡ് ഓർഡർ 3 into 1 into 1 minus 3 into -2, that means 1 plus 6. Then minus plus 4. Then 1 into 1 minus 2 into -2, that is plus 4. Then plus 5 into 1 into 3 minus 2 into 1 2. Then 1 plus 6 is 7 into 3 21. 1 plus 4 is 5 into 4 20. Then 3 minus 2 is 1 into 5 then equal to 46. This is the way to find determinant of a 3/3 matrix expanding along first row. ഇനിയിപ്പോൾ നിങ്ങൾ ഓരോരിക്ക് -1 the whole raised to എന്ന് നോക്കണ്ട, നമുക്ക് ബൈ ഹാർട്ട് ആക്കാം. ഫസ്റ്റ് റോ ആണെങ്കിൽ ആദ്യം പ്ലസ്, ദെൻ മൈനസ്, ദെൻ പ്ലസ്. അത് ഓൾറെഡി അങ്ങ് മനസ്സിലാക്കിയാൽ മതി. സോ നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ് നോക്കാം. ഇപ്പം നേരത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിയത് ഹൗ ടു എക്സ്പാൻഡ് ദ ഡിറ്റർമിനൻറ്റ്സ്, ഇസ്ന്റ് ഇറ്റ്? നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ്സ്. ഈ പ്രോപ്പർട്ടീസ് കൊണ്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് റോസിലെ കോളത്തിലെയും എലമെന്റ്സ് സീറോസ് ആക്കാം. അതായത് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടെ ഈസി ആക്കാം. ഈ പ്രോപ്പർട്ടീസ് ഏത് ഓർഡർ എൻ മെട്രിക്സിനും, അതായത് സ്ക്വയർ മെട്രിക്സിനാണ് പൊതുവെ ഡിറ്റർമിനൻറ്റ് ഉള്ളതെന്ന് പറഞ്ഞു. സോ നമ്മളിപ്പോൾ ഇവിടെ 3/3 മെട്രിക്സ് വരെ ഉള്ളത് പഠിക്കുന്നുള്ളൂ. സോ ഈ പ്രോപ്പർട്ടീസും ഏത് nth ഓർഡർ സ്ക്വയർ മെട്രിക്സിനും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. നമ്മൾ അപ് ടു 3 വരെയുള്ളതിന് നോക്കുന്നു. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് the value of the determinant remains unchanged if its rows and columns are interchanged. അതായത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താലും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും. അതായത് ഇതാ ഈ മെട്രിക്സ്, ഈ ഡിറ്റർമിനന്റ് 1 2 3 3 2 1 2 3 1, ഞാൻ എൻ്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യും. റോസും കോളംസും രണ്ടും ഇന്റർചേഞ്ച് ചെയ്യും.
1 3 2 2 2 3 ഇന്റർചേഞ്ച് ചെയ്തു. ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഈ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ സെയിം ആയിരിക്കും. റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ദ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, isn't it? അപ്പൊ ഇതിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ്. അതായത് ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും അതിന്റെ ട്രാൻസ്പോസിന്റെ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റും ഈക്വൽ ആയിരിക്കും. അതായത് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്താൽ ഡിറ്റർമിനന്റ് വാല്യൂവിന് യാതൊരു മാറ്റവും വരില്ല. നെക്സ്റ്റ് പ്രോപ്പർട്ടി, if any two rows or columns of a determinant are interchanged, then the sign of determinant changes. ഏതെങ്കിലും രണ്ട് കോളമോ അല്ലെങ്കിൽ രണ്ട് റോയോ, ഏതെങ്കിലും രണ്ട് കോളമോ അല്ലെങ്കിൽ റോയോ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനന്റ് സൈന് മാറും, ചേഞ്ച് ആവുന്ന പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഒരു ഇവാലുവേറ്റ് ചെയ്താണ് ദ സെയിം ക്വസ്റ്റ്യൻ 3 - 4 5. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പോൾ 1 1 - 2 2 3 1. അതിൻ്റെ ഡിറ്റർമിനന്റ് നമുക്ക് 46 എന്നാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഐ എം ഗോയിങ് ടു ഇന്റർചേഞ്ച് ദ റോസ്. R1 ഇന്റർചേഞ്ച് ടു R2. R1 R2 ഇന്റർചേഞ്ച് ചെയ്തു. ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ R1 3 - 4 5. അതിപ്പോൾ R2 1 1 - 2. ആ R2 എന്തായി മാറി? R1 1 1 - 2. then 3 - 4 5. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ഞാൻ കണ്ടുപിടിച്ചപ്പോൾ what I am getting is -46. നേരത്തെ നമുക്ക് എന്ന് കിട്ടിയ +46. ഇത് റോസും കോളംസും റോസ് ഇന്റർചേഞ്ച് ചെയ്തു. രണ്ട് റോസ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് -46. ആദ്യം +46, അപ്പോൾ റോസ് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ -46. ഇതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഏതെങ്കിലും രണ്ട് റോയോ അല്ലെങ്കിൽ കോളമോ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് സൈന് മാറും. നെക്സ്റ്റ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്, if any two rows or columns of a determinant are identical, then the value of determinant is 0. ഏതെങ്കിലും രണ്ട് റോയോ അല്ലെങ്കിൽ രണ്ട് കോളമോ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഐഡന്റിക്കൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചോ നോക്കുമൊന്നും വേണ്ട, എന്തായിരിക്കും? 0 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ഇതൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 3 2 3. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് 3 2 3 2 2 3 3 2 3. ഡിറ്റർമിനന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ചെയ്ത് നോക്കാതെ തന്നെ പറയാം. ഹിയർ R1 ഫസ്റ്റ് റോ ഈസ് 3 2 3 ആൻഡ് തേർഡ് റോ ഈസ് ഓൾസോ 3 2 3. രണ്ടും സെയിം അല്ലേ? ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ വന്നാൽ ഏതെങ്കിലും രണ്ട് കോളമോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് റോയോ ഐഡന്റിക്കൽ ആണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ അതിന്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് 0 എന്ന് എഴുതാം. നെക്സ്റ്റ് ഫോർത്ത് പ്രോപ്പർട്ടി, if each element of a row or column of a determinant is multiplied by a constant k, then its value gets multiplied by k. അതായത് ഇത് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോ KA1 KB1 ഒരു കേനെ കൊണ്ട്, കോൺസ്റ്റന്റ് കേനെ കൊണ്ട് ഫസ്റ്റ് റോനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു k ഇൻറ്റു ആ മൾട്ടിപ്ലൈ ചെയ്ത് k ഇൻറ്റു actual determinant of A1 B1 C1 A2 B2 C2 A3 B3 C3. If each element of a row or column of a determinant is multiplied by a constant k, then its value gets multiplied by k. അതായത് by this property we can take any common factor from row or column. കോളത്തിൽ നിന്നോ റോയിൽ നിന്നോ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുള്ള ഫാക്ടർ പുറത്തെടുക്കാം ബൈ ദിസ് പ്രോപ്പർട്ടി. കൂടാതെ ഇഫ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് എനി റോ ഓർ കോളം ഓഫ് എ ഗിവൺ ഡിറ്റർമിനന്റ് ആർ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ then its determinant will be 0 by this property. അതെങ്ങനെയാ നമുക്ക് എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞു നോക്കിക്കേ, 102 ഈ find the determinant of 102 18 36 1 3 4 17 3 6. ഇതിലെ ഫസ്റ്റ് റോന്ന് എനിക്ക് 6 അല്ലെ, 6 into 17, this is 6 into 3 and this is 6 into 6. So I can take 6 outside. അതാണല്ലോ നമ്മുടെ പ്രോപ്പർട്ടി 4 പറയുന്നത്. അപ്പോൾ 6 ഞാൻ പുറത്തെടുക്കുമ്പോൾ what happens? 6 പുറത്തെടുത്തപ്പോൾ എന്തായി? ഫസ്റ്റ് റോ became 17 3 6 and second row is 1 3 4 and the third row is 17 3 6. നോക്കിയേ, ഇവിടെ R1 and R3 are equal, isn't it? R1
R3 ഈക്വൽ ആയി. അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി പറയുന്നുണ്ട് ഇഫ് ഏതെങ്കിലും ഒരു റോയോ കോളമോ ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് ഡിറ്റർമിനന്റ് ഇസ് 0. ഇതാണ് പറഞ്ഞത്. അപ്പോൾ 6 കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ എന്തായി നമുക്ക് ഡിറ്റർമിനന്റ് ഡയറക്റ്റ് 0. അതായത് ഈ ക്വസ്റ്റ്യനിൽ R1ഉം R3യും പ്രൊപ്പോർഷനിലായിരുന്നു. ദ റേഷ്യോസ് ആർ സെയിം. ദാറ്റ് ഈസ് വൈ അതാണ് നേരത്തെ പറഞ്ഞ കാര്യം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ദ ഡിറ്റർമിനന്റ് വിൽ ബി 0. നെക്സ്റ്റ് പ്രോപ്പർട്ടി, if some or all elements of a row or column of a determinant are expressed as sum of two or more terms, then the determinant can be expressed as sum of two or more determinants. അതായത് ഒരു മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനൻ്റ് ഏതെങ്കിലും റോയോ അല്ലെങ്കിൽ കോളത്തിനെയോ ഒന്നിൽ കൂടുതൽ ടേംസിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഡിറ്റർമിനൻസിനെയും രണ്ടിൽ കൂടുതൽ ടേംസിൻ്റെ ടേംസ് ആയിട്ട് ഡിറ്റർമിനൻ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞത് എങ്ങനെയാണ് നോക്കൂ. ഷോ ദാറ്റ് ഡിറ്റർമിനന്റ് എ ബി സി എ പ്ലസ് 2x ബി പ്ലസ് 2y സി പ്ലസ് 2z എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് ഷോ ചെയ്യണം. അത് വിത്തൗട്ട് ഫൈൻഡിങ് ഡിറ്റർമിനൻ്റ് ആണ്. ആക്ച്വൽ ആ എക്സ്പാൻഷൻ അവോയ്ഡ് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഇവിടെ നോക്കി. സെക്കൻഡ് റോനെ എ 2x എന്ന രണ്ട് ടേമുകളുടെ സമ്മായിട്ടല്ലേ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബി പ്ലസ് 2y ബി ആൻഡ് 2y അതിൻ്റെ സം, സി പ്ലസ് 2z സിൻ്റെയും 2zൻ്റെയും സം, അങ്ങനെയുള്ളതിനാണെങ്കിൽ ഇപ്പോൾ രണ്ട് ടേംസിൻ്റെ സമ്മായിട്ടാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടി പറയുന്നത് എന്താ, നമുക്ക് ആ ഡിറ്റർമിനൻസിനെയും 2 ടേംസ് ആക്കി, ഇവിടെ രണ്ട് ടേംസ് ആയിട്ടിൻ്റെ സമ്മാണ്, സോ 2 ടേംസിൻ്റെ സമ്മായി എക്സ്പ്രസ് ചെയ്യാം. ഇതാ കാണിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് എ ബി സി xyz plus then abc, then second term 2x 2y 2z xyz. ഇതാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാനാണ് ആ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നമ്മൾ അതിന് തൊട്ട് മുമ്പേ പഠിച്ച ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ആർ ഐഡന്റിക്കൽ ദെൻ ഡിറ്റർമിനന്റ് 0. ഇവിടെ ഫസ്റ്റ് റോ ഈസ് ഐഡന്റിക്കൽ ടു സെക്കൻഡ് റോ, സോ ദ ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് 0. ഇനി അത് കഴിഞ്ഞ് വെരി നെക്സ്റ്റ് പ്രോപ്പർട്ടി വി ക്യാൻ ടേക്ക് കോമൺ ഫാക്ടർ അല്ലേ. അപ്പോൾ ഇതാ ഈ സെക്കൻഡ് റോയില് 2 ഇസ് കോമൺ, സോ ഇപ്പോൾ 2 പുറത്തെടുത്താൽ വാട്ട് വി ഗെറ്റ് എ ബി സി xyz xyz. That means again here 2 rows are identical, so its value, its determinant is also 0 by that property, so total is equal to 0. ഇത് നമുക്ക് അല്ലാതെ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം, പക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ ഈ പ്രോപ്പർട്ടി പറഞ്ഞ് വേഗം തന്നെ വിത്തൗട്ട് അത്രയും ടൈം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വിത്തൗട്ട് ആക്ച്വൽ എക്സ്പാൻഷൻ ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. That means you have to use properties. And find the determinant. അത് prove that, show that questions ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓരോന്നും ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആവുള്ളൂ. ബൈ ഹാർട്ട് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുക, മാത്സിൽ ഇങ്ങനെ കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ വായിച്ച് പഠിക്കലല്ല, ബൈ ഡൂയിങ് പ്രോബ്ലംസ്. സോ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഓരോന്നും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് തന്നെ ബൈ ഹാർട്ട് ആയിക്കോളും. Next property, if to each element of any row or column of a determinant the equal multiples of corresponding elements of other row or column are added, then value of determinant remains the same. അതായത് if we apply these properties, the Ri implies Ri plus Krj or Ci implies Ci plus Kcj. നമ്മൾ എലമെൻ്ററി ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ R1 implies R1 plus 2R2 or R1 implies R1 minus 2R2 or C1 implies C1 plus 2C2. ഇങ്ങനെയൊക്കെ ഓപ്പറേഷൻസ് ചെയ്താലും ഡിറ്റർമിൻ്റെ വാല്യൂ റിമെയിൻസ് സെയിം. അതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, വിത്തൗട്ട് എക്സ്പാൻഡിങ് പ്രൂവ് ദാറ്റ് ദിസ് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. എക്സ്പാൻഡ് ചെയ്യാതെ ഈ ഡിറ്റർമിനന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് Ri implies Ri plus Krj ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാം R1 implies R1 plus R2. ഞാൻ ഫസ്റ്റ് R1 എന്ന റോനെ എന്താക്കി R1 plus R2 ആയിട്ട് ആഡ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നു, R1 means x plus y plus z. അപ്പോൾ x plus y plus z. Likewise second elementum x plus y plus z. Third element also will become x plus y plus z.
വേറെ R2നും R3ക്കും യാതൊരു ചേഞ്ചും ഇല്ല, അത് അതുപോലെ തന്നെ എഴുതി. നമുക്ക് വേറൊരു പ്രോപ്പർട്ടി ഇല്ലേ, കോമൺ ഫാക്ടർ എടുക്കാന്നുള്ള ഏതെങ്കിലും റോയിലോ കോളത്തിലോ കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ ഫുള്ളും x plus y plus z, x plus y plus z, x plus y plus z. So I just take x plus y plus z outside. അത് പുറത്തെടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 1 1 1 z x y 1 1 1. നോക്കിയേ, ഇപ്പോൾ ഈ ഇതിൽ R1 and R3 are identical. അങ്ങനെയാണെങ്കിൽ the determinant will be 0. 0 എന്നല്ലേ നമുക്ക് കാണിക്കണ്ടേ? This is the way to do problems without expanding. അതിനാണ് ഈ പ്രോപ്പർട്ടീസ് നമ്മൾ ഇത്രയും നോക്കിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏതെല്ലാം പ്രോപ്പർട്ടീസ് അപ്ലൈഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, കുറേ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് നമുക്ക് പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ്. ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും റോസോ കോളംസിലോ മാക്സിമം സീറോസ് വരുത്താം. അപ്പോൾ പിന്നെ എക്സ്പാൻഡ് ചെയ്യാം, ഫൈനലായിട്ട് എക്സ്പാൻഡിങ് along first column അങ്ങനെയും ചെയ്യാം. അപ്പോൾ സീറോസ് ആക്കിയിട്ട് ചെയ്യാം. അതൊരു എക്സാമ്പിൾ കാണിക്കാം. വേറൊരു എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് determinant x plus a b c a x plus b c a b x plus c equal to x square into x plus a plus b plus c പ്രൂവ് ചെയ്യണം. സോ ഞാൻ LHS എടുക്കുകയാണ്. then I am doing that sixth operation, property 6. and applying this property, c1 implies c1 plus c2 plus c3. അതായത് ഫസ്റ്റ് കോളത്തിനെ 3 കോളം കൂടെ സമ്മാക്കി എഴുതുന്നത്. അപ്പോൾ എന്താ, x plus a plus b plus c, column changes to x plus a plus b plus c, x plus a plus b plus c, ഫസ്റ്റ് കോളം. ബാക്കിയുള്ള കോളങ്ങൾക്കും യാതൊരു മാറ്റമില്ല, b c x plus b സെയിം എലമെന്റ്സ് തന്നെ. ആഫ്റ്റർ ദാറ്റ് എനിക്കിനി എന്ത് ചെയ്യാം, ഈ ഫസ്റ്റ് കോളത്തിൽ നിന്ന് x plus a plus b plus c കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? ആ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് x plus a plus b plus c ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്തായി, ഫസ്റ്റ് കോളം ചേഞ്ചസ് ടു 1 1 1, ദാറ്റ് b x plus b b c c x plus c. ആഫ്റ്റർ ദാറ്റ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ R2 implies R2 minus R. അതായത് ഇനി ഈ 1 1 ഈ രണ്ടെണ്ണത്തിനെ എനിക്ക് ഈ രണ്ട് എലമെന്റ്സിനെ 0 ആക്കി കഴിഞ്ഞാൽ എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് കോളം ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടും. ഇത് രണ്ട് എലമെന്റ് 0 ആയില്ലേ, അതായിരിക്കണം വേറൊരു നമ്മുടെ ലക്ഷ്യം ഈ ഷോ ദാറ്റ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കോളം ഓപ്പറേഷൻസും നടത്താം, റോ ഓപ്പറേഷൻസും നടത്താം. So R2 implies R2 minus R1 and R3 implies R3 minus R1 ചെയ്യുമ്പോൾ the 1b is second row, the 1 minus 1 0, x plus b minus bx, c minus c 0, 1 minus 1 0, b minus b 0, x plus c minus c x. ഇങ്ങനെയായി. Expanding along c1, what we get, x plus a plus b plus c into 1 into x square minus 0 minus 0 plus 0 കിട്ടും. So what we get, x plus a plus b plus c into x square, that is our RHS. This is the way. ഇതുപോലത്തെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് വിത്തൗട്ട് എക്സ്പാൻഡിങ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ പ്രോപ്പർട്ടീസ് ഈസി ആവുകയുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ 6 or 4 മാർക്സിന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ഡിറ്റർമിനൻസ് കാണുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിതലോക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.